ഹായ് ക്യൂട്ടീസ്, അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ടേബിൾ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ ടേബിൾ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എത്ര തിരക്കുണ്ടായിരുന്നാലും ടേബിൾ വൃത്തിയാക്കുന്നതിൽ നോ കോംപ്രമൈസ്. ഇതെന്റെ പഴയ സ്റ്റഡി ടേബിൾ ആണ്. ഇതിൽ വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചെടുത്തതാണ്. വൈറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് അഴുക്കാവൂടാ, ക്ലീൻ ചെയ്യാണ്ട് ഒരു രക്ഷയില്ലാട്ടാ. സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. പശയുടെ കറ ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഫെവിക്കോൾ ആകുമ്പോൾ പാട പോലെ ഇളകി വരും. പക്ഷെ ജേർണൽ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗം റോളാണ്. അതിന്റെ കറ കളയാൻ ഇച്ചിരി പാടാണ്. പിന്നെ ടേബിൾ ഞാൻ വിൻഡോയുടെ നേർക്കാൻ ഇട്ടിരിക്കുന്നത്. അതാകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് സൺലൈറ്റ് കിട്ടുമല്ലോ. എന്റെ ചാനൽ ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയായിരിക്കും ഈ ടേബിൾ ലാമ്പിനെ കുറിച്ച്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് വേണമെന്നുള്ളവരെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതിയേ. പിന്നെ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് അമ്മ ബോട്ടിലുമായി എന്റെ പുറകെ ഉണ്ടാവും. കാരണം എന്താണെന്നറിയാവോ, കുറച്ച് ദിവസമായിട്ട് കൂടപ്പിറപ്പ് പോലെ യൂറിനറി ഇൻഫെക്ഷൻ കൂടെ ഉണ്ടടാ. 2-3 തവണ ഹോസ്പിറ്റലിൽ പോയെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ജേർണൽ ചെയ്യാൻ എവിടെ നിന്നില്ലാത്ത ആവേശമായി. ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഒരു ജങ്ക് ജേർണൽ ചെയ്യാന്ന്. പിന്നെ ഈ ജേർണൽ ചെയ്യാനായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലാട്ടാ, പ്രത്യേകിച്ച് ജങ്ക് ജേർണൽ ചെയ്യാനായിട്ട്. പിന്നെ 2-3 ദിവസത്തിന് മുന്നേ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്നെ ഇൻസ്പിറേഷനായി നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത പ്രൗഡ് മൊമെന്റ് തോന്നി ഗൈസ്. പിന്നെ ഇപ്പോൾ ഞാൻ എന്റെ ടേബിളിൽ അധിക സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. കാരണം ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഓൺ ദ വേ ആണ്. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് പഴയതുപോലെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് കുറച്ചുപേര് പരാതി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അതിൽ ഒത്തിരി പേര് പോൾ ചെയ്തത് ലോങ് വീഡിയോ വേണമെന്നായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു കുറെ മാസങ്ങളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ അത് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ജേർണൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജേർണലിന്റെ ഫൈനൽ ലുക്ക്. ഡെയിലി ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഞാൻ. ടേബിൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് പോലെ തന്നെ എന്റെ ബെഡും ഞാനെന്നും വൃത്തിയാക്കും. ഇല്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങേറാണ്. ഈ മുഖം എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടാ? എന്റെ സ്ഥിരം പ്രേക്ഷകർക്ക് മനസ്സിലാവും കുട്ടിക്കൃഷ്ണനും മാവേലിയൊക്കെ ആയ എന്റെ കുട്ടൂമ്മനെ. എന്റെ കുഞ്ഞുനാള് മുതലേ ഫേവറേറ്റ് കാർട്ടൂണാണ് മായാക്കണ്ണൻ. ഏതോ ഒരു ഷോർട്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാർട്ടൂണും കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ നല്ല ചൂട് അരിപ്പായസം കൊണ്ടുവന്നു. പിന്നെ അതും കഴിച്ചിട്ട് ഒറ്റ മെന്റിൽ ഞാനും അമ്മയും കൂടെ ഒരു കുട്ടി ഷോപ്പിങ്ങിന് അങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് നെയ്യാറ്റിൻകരയിലുള്ള രാമചന്ദ്രയിലാണ്. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ലടാ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതിന് മുടിഞ്ഞ റേറ്റുമാണ്. ശരിക്കും പറഞ്ഞാൽ ആഡീസിയിൽ തുടങ്ങി ഇപ്പോൾ പോയ ഇരട്ടി വാങ്ങാന്ന് പറഞ്ഞ് പോയ ഞങ്ങള് ഇരട്ടി വില കണ്ട് ഞെട്ടി തിരിച്ചു വന്നതെന്നുള്ളതാണ് സത്യം. പിന്നെ എവിടെ ഷോപ്പിങ്ങിന് പോയാലും എന്റെ കണ്ണ് നേരെ പോകുന്നത് ബൊമ്മയുടെ കളക്ഷൻസിലാണ്. എന്താണെന്നറിയില്ല, അത് കുഞ്ഞുനാള് മുതലേ അങ്ങനെയാണ്. ഈ സൺഗ്ലാസസ് കൊള്ളാട്ട. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ പിങ്ക് കളറാണ്. ചെറുതായിട്ടൊരു പൂക്കി വൈബൊക്കെ ഉണ്ട്. പിന്നെ ഈ ഹലോ കിറ്റി കൊള്ളാം. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 170 സംതിങ് ആയിരുന്നു. ഇത് ഡാമേജ് ആണെന്ന് തോന്നുന്നത് ഗൈസ്. അതെ, നമ്മുടെ ഡോറേമോൻ ഇങ്ങനെയല്ല. ഇതിന്റെ കണ്ണവിടെ. ഈ ഷിൻജാൻഡോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ. ഭയങ്കര സ്വാഗ് ആയിട്ടില്ലേ. ഇതിന്റെ പ്രൈസ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നത് കൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഈ നെറ്റിനുള്ളിൽ കിടക്കുന്ന തത്തമ്മയെ കണ്ടപ്പോൾ അമ്മ എന്റെ പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. അതായത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലൊരു ടോയ് എനിക്കുണ്ടായിരുന്നു. അതിന് കഴിക്കാൻ ഞാൻ മുളക് കൊടുത്തു. എന്റെ കയ്യിൽ നീറി കരഞ്ഞ് നേരെ ഇരുട്ടി വിളിപ്പിച്ചൊരു കഥ. പിന്നെ സത്യം പറയാലോ, കുഞ്ഞു പിള്ളേർക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ലൈനിങ് തുണിയും മേടിച്ച് എനിക്ക് ടീഷർട്ടും പാന്റും മേടിച്ച് ഞങ്ങൾ നേരെ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി. പിന്നെ വീട്ടിലെത്തി ഫ്രഷ് ആയപ്പോൾ തന്നെ അമ്മ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. പണ്ട് മുതലേ എനിക്ക് എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരുമ്പോൾ ഒരു ചൂട് ചായ മസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ. ബൈ.